ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് കളർ പുട്ടാണ്. വർണ്ണപ്പുട്ട്, മഴവിൽ പുട്ട്, റെയിൻബോ പുട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന നല്ല അടിപൊളി പുട്ടാണ്. അപ്പോൾ ഇത് ഞാൻ പലതവണ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോ തവണ ഉണ്ടാക്കുമ്പോൾ വേറെ വേറെ കളറായിട്ട് ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്കും ഇവിടെ കുറേ കളറിൽ ഇങ്ങനെ കാണാൻ പറ്റുന്നത്. നമുക്ക് നല്ല സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പുട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി പറയാം. അതിനു മുൻപായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്തിട്ട് അതിൽ ഓളും കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത് പർപ്പിൾ ക്യാബേജ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ കുറച്ച് പാലൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു യെല്ലോ കളറിന് വേണ്ടി ഞാൻ കുറച്ച് മത്തനും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്യാരറ്റ് ഇതുപോലെ തൊലി കളഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബീട്രൂട്ടും തൊലി കളഞ്ഞ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ പാലക്ക് നന്നായി കഴുകിയ ശേഷം ഞാനിതുപോലെ വേവിച്ച് അരച്ചെടുത്തതാണ്. അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ്, വയലറ്റ് ക്യാബേജ്, അതും കൂടെ വേവിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു കഷ്ണം മത്തന്, അതൊരു യെല്ലോ കളറിന് വേണ്ടിയാണ്. അപ്പോൾ അതും കൂടെ ഒന്ന് തൊലി കളഞ്ഞ് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസ് മതി, എന്നാൽ തന്നെ നമുക്ക് കുറേ പുട്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചോറ്റരി പുട്ടാണ്. നമ്മുടെ ചോറ് വെക്കുന്ന അരി ഉണ്ടല്ലോ, അത് കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് കൊണ്ടുവരുന്ന, ഉമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ക്യാരറ്റിൻ്റെ ജ്യൂസാണ് ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുത്തത്. ഇത് നമുക്ക് കുറച്ച് മതി, ഒരു പകുതി ക്യാരറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇനി കളർ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പൊടിയിൽ കൂടുതൽ കളർ ഇട്ടിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ക്യാരറ്റ് മുഴുവൻ എടുക്കാം. അതുപോലെ ബീട്രൂട്ടിൻ്റെയും ഞാനിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്, പാലക്കിൻ്റെയും കുഴച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ക്യാബേജിൻ്റെയും ഞാൻ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. കണ്ടോ, ഇതിൻ്റെ പുറത്തുള്ള കളറും ഞാൻ വിനാഗിരി ഒഴിച്ച ഭാഗത്തുള്ള കളറും ഡിഫറെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നേരത്തെ ഒരു വയലറ്റ് കളറായിരുന്നു, ഇപ്പം അതിൽ നിന്ന് വിട്ട് ഒരു ഗ്രേപ്പ് ജ്യൂസിൻ്റെ കളർ വന്നിട്ടുണ്ട്. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനൊരു ബ്രൗൺ കളറിന് വേണ്ടി കുറച്ച് റാഗിയുടെ പൊടിയും കൂടെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, റാഗി പുട്ടിൻ്റെ പൊടി. അപ്പോൾ ഇത് പല കളറിലായിട്ട് ഇപ്പം ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പുട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓരോ കളറും നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഇടുന്ന സമയത്ത് ഒന്ന് ഷെയ്ക്ക് ചെയ്യുക, അപ്പോഴേ ഇതൊന്ന് കറക്റ്റ് അളവിൽ കിട്ടുള്ളൂ പൊടി. പിന്നെ എപ്പോഴും പൊടി ഇടുമ്പോൾ ഒരേ അളവിൽ തന്നെ ഇടാൻ ശ്രമിക്കുക കേട്ടോ, അല്ലെങ്കിൽ ഒന്ന് വലുതും ഒന്ന് ചെറുതും ഒക്കെ ആയിപ്പോവും. അപ്പോൾ ഞാനിതൊന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ചിരട്ടപ്പുട്ട് പോലെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ ചെയ്യുക, കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഓരോരോ കളറായിട്ട് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഓരോ ലെയറിന് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുക. അതാണ് ശരിക്കും ഭംഗിയുള്ളത്. ഇപ്പം ഞാൻ തേങ്ങ ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനേക്കാളും ഭംഗിയായിട്ട് തോന്നിയത് ഞാൻ മുമ്പ് തേങ്ങ ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് തേങ്ങ വരുമ്പോൾ നമ്മൾ എത്ര കുറ്റിപ്പുട്ട് ഒന്നിച്ച് വെച്ചാലും അതെല്ലാം ഒരെണ്ണമായിട്ട് തോന്നും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം കേട്ടോ. ഇനി തേങ്ങ കയ്യിലില്ലേ കുറച്ചേ ഉള്ളെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരുമിച്ച് തന്നെ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ ഈ പുട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അത് മാത്രമല്ല നല്ല ഹെൽത്തിയുമാണ് കേട്ടോ. അത് നിങ്ങൾ കണ്ടതാണല്ലോ, നല്ല വെജിറ്റബിൾസൊക്കെ ചേർത്താണ് നമ്മളിതിന് കളർ കൊടുക്കുന്നത്. അല്ലാതെ വേറെ കളറോ ഒന്നും നമ്മളിതിൽ ചേർക്കുന്നില്ല, നാച്ചുറൽ കളറാണിത്. അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കുക കേട്ടോ, ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. നമ്മൾ നേരത്തെ വെച്ച പുട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുത്തിയെടുക്കാൻ പോവാണ്. കണ്ടോ, നല്ല പല പല കളറിൽ പുട്ട് വരുന്നത് കണ്ടോ. അപ്പോൾ ഇതിൻ്റെ കളറും നല്ല ഡിഫറെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലൈറ്റ് കളറിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കുഴക്കാൻ നേരം ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ ഈ ക്യാരറ്റും ബീട്രൂട്ടൊക്കെ ജ്യൂസ്, അപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിനൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ, എന്നാലും ഞാൻ കുറച്ച് സ്റ്റ്യൂ ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡായിട്ട് പിന്നെ ഇടാം.
അപ്പോൾ ഇവിടെ ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ശരിക്കും ഇത് കറി ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പക്ഷെ മോന് എന്തായാലും കറി വേണം. അവന് ഭയങ്കര ഇഷ്ടമാണ് കറി കൂട്ടി കഴിക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഇപ്പം തേങ്ങ കുറച്ച് നല്ല കട്ടിപ്പാലായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇതും കൂടെ അരച്ചെടുത്തിട്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ടും സ്റ്റ്യൂവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സ്റ്റ്യൂയുടെ ആവശ്യമില്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കറിയും കൂട്ടാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി പുട്ടാണ്. പിന്നെ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ചേർക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിനൊരു ചമർപ്പ് ടേസ്റ്റ് ഉണ്ടാവില്ലേന്ന്. അതൊന്നുമില്ല കേട്ടോ. ഇത് നമുക്ക് നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്കിപ്പോൾ ഇത് എല്ലാ കളറും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു കളറിലെങ്കിലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ബീട്രൂട്ട് മാത്രമായിട്ടോ ക്യാരറ്റ് മാത്രമായിട്ടോ അങ്ങനെ നിങ്ങൾക്ക് വേവിച്ചിട്ട് ഒറ്റ കളറിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താനോ അല്ലെങ്കിൽ പുതിയൊരു റെസിപ്പി നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടെ എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതുപോലെ കളർ പുട്ട് നിങ്ങളും ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നസ് കിച്ചൺ.